വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ നിറച്ചതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൽ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കൂന്തലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. കൂന്തൽ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവിൽ ഇതിലേക്കുള്ള ഫില്ല് ചെയ്യാനുള്ള ഉരുളക്കിഴങ്ങും തേങ്ങയൊക്കെ എടുത്താൽ മതി. ഇതിലേക്ക് എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരു 3-4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. 4-5 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്യാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. 5-6 കൂന്തൽ വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ ഫില്ലിങ് വെച്ചാൽ മതി. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും. ഇനി ഇതിലേക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം ഈ സൈഡിൽ. ബാക്കിയുള്ള കൂന്തൽ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. കണവയെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. എരിവനുസരിച്ചിട്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചത് 1 ടീസ്പൂൺ ഓയിലാണ്. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്.
പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓരോ കൂന്തലായിട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാ സൈഡും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഇത് കുക്ക് ആവരുത്. കുക്കായി കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. കണവ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വേവിക്കരുത്. ഒരു 8 മുതൽ 10 മിനിറ്റിനകം തന്നെ ഇത് കുക്കായി കിട്ടും. എല്ലാ സൈഡും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പവും അതുപോലെ ചട്നിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.